സുഹൃത്തുക്കളെ, അങ്ങനെ രേണുസുതിക്ക് ശേഷം രേണുസുതിയുടെ ചേച്ചിയും എനിക്ക് തോന്നുന്നു കൊല്ലം സുതിയെ വിറ്റ് ജീവിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ചേച്ചി രേണുസുതി എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസിന് കൊടുത്തിട്ടുള്ള കുറച്ച് മറുപടികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കത്തില്ല. കാരണം രേണുസുതി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, എന്നെ മനസ്സിലായി കഴിഞ്ഞു. അപ്പം എത്ര രേണുസുതിയെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കത്തില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. ജനങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും രേണുസുതിയുടെ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. കിച്ചു ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേണുസുതിയുടെ ചേച്ചി പറയുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് പറയാനുള്ള എന്താണെന്ന് നോക്കാം. കിച്ചുവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ മകനെ പോലെ ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ. എന്താണ് ചേച്ചി എന്നുള്ള രീതിയിൽ രമ്യയ്ക്ക് പറയുന്നത്? കാരണം മകനെ പോലെ ചേർത്ത് പിടിച്ചാൽ സുധിച്ചേട്ടൻ അവൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇവർ പറയുന്നവർക്ക് എന്നും പറയാം, അവൻ എന്തുകൊണ്ട് അങ്ങനെ മാറിയെന്നോ അവൻ എന്നെ അത് പറഞ്ഞെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ സത്യമല്ല, ഇപ്പം സുധിച്ചേട്ടൻ മരിച്ച് തലയ്ക്ക് മേടെ നിൽക്കുക. പിന്നെ ഞങ്ങൾക്കും നമ്മളെ അറിയാവുന്ന എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. അത് എപ്പോഴേലും കാലം തെളിയിക്കട്ടല്ല, നമുക്ക് അതിനെക്കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സത്യം എന്നാണേലും പുറത്തു വരും. ഇപ്പോൾ രേണുസുതിയുടെ ചേച്ചി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുതി അവിടെ ഇവരെ വീട്ടിൽ പോയ കിച്ചു ലൈവിനകത്ത് പറഞ്ഞല്ലോ, ഇവരെ വീട്ടിൽ പോയ സമയത്ത് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, അതിന് ശേഷമാണ് ഇവരെ സ്വഭാവങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞല്ലോ. ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വീട്ടിൽ പോയിരുന്ന സമയത്തൊന്നും ഒരു കുഴപ്പം ഇല്ലായിരുന്നു എന്നാണ് ചേച്ചിയും പറഞ്ഞത്. ശരിയാണ്, അങ്ങനെ എന്നാണ് കിച്ചും പറഞ്ഞത്. പോയിരുന്ന സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം ആ സമയത്ത് കൊല്ലം സുധിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസ്, സ്റ്റാർ മാജിക്കിന് തന്നെ ഒരുപാട് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. സ്റ്റാർ മാജിക്ക്, അതുപോലെ അല്ലാതുള്ള സ്റ്റേജ് പ്രോഗ്രാം. അപ്പോൾ ഇത്രയും ഇതിൻ്റെയൊക്കെ പൈസകൾ കൊല്ലം സുധിയുടെ കയ്യിലിരിക്കുമായിരുന്നു. ആ സമയത്താണല്ലോ 2019 കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു വർഷത്തിന് മുമ്പ് കണ്ട രേണുസുതിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നോ നമുക്കറിയത്തില്ല, ഇവർ പറയുന്നുണ്ട്. അപ്പം രേണുസുതി കൊല്ലം സുതി കല്യാണം കഴിച്ചതിന് ശേഷം, കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല, ഇവർ കാണിക്കുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഒറിജിനലാണെന്ന് അറിയത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പും ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ കോട്ടയത്തെ വീട്ടിൽ പോയി. രേണുവിൻ്റെ വീടെന്ന് പറയാൻ പറ്റത്തില്ല, വാടക വീടായിരുന്നു. വാടക വീട്ടിൽ അവിടെ ഈ പറഞ്ഞിട്ടുള്ള ചേച്ചി, എത്ര പേരാന്ന് നോക്കണം, രേണുവിൻ്റെ അമ്മ, രേണുവിൻ്റെ അച്ഛൻ, രേണുവിൻ്റെ ചേച്ചി, രേണുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, 2 മക്കൾ, ഇത്രയും പേരാണ്. അപ്പോൾ ഇത്രയും പേര് തന്നെ 5 പേരായി. 5 പേര്: രേണുവിൻ്റെ അമ്മ, രേണുവിൻ്റെ അച്ഛൻ, രേണുവിൻ്റെ ചേച്ചി, രേണുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ 2 മക്കൾ, 6 പേര്. അപ്പോൾ ഈ 6 പേരെ ചിലവും കാര്യങ്ങളെല്ലാം കൊല്ലം സുതിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമാണ് കൊറോണ വരുന്നത്. കൊറോണ വന്ന് ഉള്ള പൈസ മൊത്തം ഇവരെല്ലാം അടിച്ചെടുക്കും. കൊല്ലം സുതി കൊണ്ടുവരുന്ന പൈസ മൊത്തം ഇവർ ആർഭാടമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് ശേഷം കണ്ടതാണ്. ഇതുണ്ടാക്കി പറയുന്നതല്ല, കൊല്ലം സുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം പറഞ്ഞാണ് ഇവരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാടമായിട്ടുള്ള ജീവിതമായിരുന്നു. വാടക വീട്ടിൽ കടന്നെങ്കിൽ തന്നെ ആർഭാടമായിട്ടുള്ള ചിലവും കാര്യങ്ങളാണ് ഈ കൊല്ലം സുതിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഈ രേണുസുതി ആയിക്കോട്ടെ, രേണുസുതിയുടെ കുടുംബമായിക്കോട്ടെ. അപ്പം ആ സമയത്ത് ശരിയാണ്, ആദ്യം ഈ പറഞ്ഞ പോലെ ഇവർ പോയ സമയത്ത് കൊല്ലം സുതിയുടെ ഇടയിൽ പൈസയുണ്ട്, പ്രോഗ്രാമുകളുണ്ട്, എല്ലാം ഉണ്ട്. ആ സമയത്ത് ഭയങ്കര കാര്യമായിരുന്നു. കിച്ചു പറഞ്ഞത് ശരിയാണ്. പക്ഷേ കൊറോണ വന്ന സമയം കൊല്ലം സുതി വീട്ടിലിരിക്കാൻ തുടങ്ങിയ സമയത്ത് കയ്യിൽ വരുമാനമില്ല. മറ്റേത് അന്നുള്ള പൈസകൾ ഇവർ അപ്പോൾ അടിച്ച് ചിലവഴിച്ച് കളയുന്ന ഒരു രീതിയായിരുന്നു ഇവർക്കുള്ളത്. സേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. അല്ലെ, ആപത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ, അല്ല, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെയാണ് സമ്പത്ത് കാലത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്ന, അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അന്നുള്ള പൈസ എല്ലാം അടിച്ചെടുപ്പിച്ച് കളഞ്ഞിട്ട് കൊറോണ വന്ന സമയത്ത് കൊല്ലം സുതിയുടെ കയ്യിൽ 5 പൈസ ഇല്ല. അപ്പം ഇവരെയൊക്കെ തനിക്കോണം അങ്ങോട്ട് മാറി. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നതാ ജോലി, ഇവനിക്ക് ജോലിക്ക് വിട്ടൂടെ, ഇവനെ ജോലിക്ക് വിട്ടൂടെ. അച്ഛനുണ്ട്, അച്ഛനെ ജോലിക്ക് വിട്ടൂടെ. അപ്പം കൊല്ലം സുതിയെ കണ്ടുകൊണ്ടാണ് ഇവർ അന്നും ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും കൊല്ലം സുതിയെ വിറ്റാണ് ജീവിക്കുന്നത്. അപ്പം കൊറോണ വന്ന സമയത്ത് കൊല്ലം സുതിയുടെ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ തനി സ്വഭാവം കാണാൻ തുടങ്ങി. അതാണ് കിച്ചു ലൈവിനകത്ത് പറഞ്ഞത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ പറയാതായിട്ടുണ്ട്. ഇതൊക്കെ ഈ കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ തനി കുണം കാണിച്ചു തുടങ്ങി. കിച്ചുവിനോട് വെറുപ്പായി, കിച്ചുവിനോട് ദേഷ്യമായി, കൊല്ലം സുതിയോട് ദേഷ്യമായി, കൊല്ലം സുതിയോട് വെറുപ്പായി. അങ്ങനെയാണ് ഇവർ വാടക വീട്ടിൽ കടന്നുകൊണ്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കയ്യിൽ പൈസ ഇല്ല, കടം കയറി മുടിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ വേണേൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം, കണ്ടു നോക്കും. അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ? ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലക്ഷറി ലൈഫ്, കാറ്, ഭയങ്കര വീട്. താങ്കൾ വന്നപ്പോൾ കണ്ടല്ലോ എൻ്റെ ലക്ഷറി ലൈഫും വീടെല്ലാം കണ്ടല്ലോ. ഞാനിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു, ഞാനതൊക്കെ കൊടുത്തു. പിന്നെ എൻ്റെ വൈഫ്, 2 കുട്ടികൾ. മൂത്ത മോൻ, ഞാൻ ഇത് എൻ്റെ ചാനലിൽ തന്നെ, ഫ്ലവേഴ്സ് ചാനലിൽ ഞാനത് കാണിച്ചിരുന്നു. മൂത്ത മോൻ രാഹുൽ, ഇളയാൾക്ക് 1.5 വയസ്സേ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ഞാനീ പെണ്ണുപിള്ള, പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10 പേരടങ്ങുന്നൊരു കുടുംബമാണ് ഇതെല്ലാം. പിന്നെ എൻ്റെ പപ്പ, വൈഫിൻ്റെ അച്ഛൻ 4 ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞു പുള്ളിക്ക്. അതിൻ്റെ പേരിലുള്ള ഓട്ടം. എൻ്റെ ഇളയ കുഞ്ഞിന് ന്യൂമോണിയ വന്നു, അതിൻ്റെ പേരിലുള്ള ഓട്ടം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കടം മേടിച്ചത്, അല്ലാതെ ആരെയും പറ്റിക്കാനോ ഒന്നുമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ജനങ്ങൾ മൊത്തവും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ സൂചിച്ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയേ, ഇതെന്താണ്? കണ്ടല്ലോ, അന്ന് ഈ പറഞ്ഞിട്ടുള്ള കൊറോണയ്ക്ക് ശേഷം കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ, പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ തിരിഞ്ഞ് കുത്തുവാൾ എടുക്കുന്ന അവസ്ഥയിൽ വന്നപ്പം കൊല്ലം സുധി ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അതിലൂടെ കുറച്ച് ആളുകൾ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ രേണുസുധിയുടെ കാര്യം പറഞ്ഞെങ്കിൽ പിന്നെ പറയണ്ട. രേണുസുധി ഇപ്പം വീട് വയ്ക്കാനെ കൊണ്ടുള്ള ഓട്ടമാണ്. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ട്, രേണുസുധി പറയുന്നത് ഞാനൊരു 5-6 മാസത്തിനകം ഞാനൊരു വീട് വയ്ക്കും. കാരണം അവരെ വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ഇപ്പം ഫിറോസ് KHDC ഉണ്ടല്ലോ, ഫിറോസ് KHDC രേണുസുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള വീട്, ആ വീടുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെയൊക്കെ തോൽപ്പിക്കണം. നമ്മളൊക്കെ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ തോൽപ്പിച്ച് ഇവർ സ്വന്തമായിട്ടൊരു വീട് വെച്ച് കാണിച്ച് അതിനകത്ത് പാല് കാണിച്ചു കൊടുക്കണം ഇവരെയൊക്കെ എന്നുള്ളൊരു വാശിയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട്, നല്ല പൈസ ഉണ്ട്, പൂത്ത പൈസ ഇവരുടെ കയ്യിൽ ഉണ്ട്. ഇവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി നല്ല വരുമാനം ഇവരുണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടുത്തേക്കാളും നല്ല ഇരട്ടി പൈസയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. പക്ഷേ ഒരു കാര്യമുണ്ട്, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുമല്ലോ. ഫിലിപ്പ് മമ്പാടിൻ്റെ കേസ് തന്നെ, ഫിലിപ്പ് മമ്പാട് പോലീസായിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള വരുമാനം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കണ്ട് മഞ്ഞളിച്ചിട്ടാണ് പോലീസിൻ്റെ സർവീസ് തന്നെ പുള്ളി താൽക്കാലികമായിട്ടാണ് പൂർവ്വ എന്തായാലും പുള്ളി അതിൽ നിന്ന് തന്നെ രാജിവെച്ചു. ഈ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്. കാരണം ഗൾഫിൽ നിന്നുള്ള വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വരുമാനമാണ്. രേണുസുധി ഇവിടെ 10 ഇനാഗുറേഷൻ ഇവിടെ നടത്തുന്നതിൻ്റെ 10 ഇനാഗുറേഷൻ്റെ പൈസ വെറും 2 ഇനാഗുറേഷൻ കൊണ്ട്, ഒറ്റ ഇനാഗുറേഷൻ, 2 1 ഇനാഗുറേഷൻ കൊണ്ട് ഗൾഫ് ഇനാഗുറേഷൻ കൊണ്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പം അതുകൊണ്ടാണ് രേണുസുധി അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്, ഞാൻ 6 മാസത്തേക്ക് ഞാൻ വീട് വെക്കുമെന്ന്. പക്ഷെ നിങ്ങൾ വീട് വെച്ചു, പക്ഷെ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്രയൊക്കെ നിങ്ങൾ അഹങ്കരിച്ചാലും ഒരു സമയം താഴെ വന്ന് വീണ് കിടക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങളിപ്പം ചെയ്യേണ്ടതെന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീടല്ല വെക്കേണ്ടത്. നിങ്ങൾ കാരണം നിങ്ങളെ നിങ്ങളെ അച്ഛനും അമ്മയും അതുപോലെ നിങ്ങളെ ചേച്ചിയും ഹസ്ബൻഡും അവരെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കടം, കൊല്ലം സുധിയുടെ പേരിൽ കുറച്ച് കടമുണ്ട്. അല്ലെങ്കിൽ നാളെ ആ കടങ്ങൾ ഈ കിച്ചു വീട്ടേണ്ട വരും, കിച്ചുവിൻ്റെ തലയിലാവും. ഇപ്പോഴും കുറേ കടങ്ങൾ തീർക്കാനുണ്ട്. ആ കടങ്ങൾ നിങ്ങൾ ആദ്യം തീർക്കുക. കടങ്ങൾ തീർത്തിട്ട്, നിങ്ങൾ വരുത്തി വെച്ച കടങ്ങൾ തീർത്തിട്ട് നിങ്ങളൊരു വീട് വെക്കുക സ്വന്തമായിട്ട്. എന്നാലൊരു അന്തസ്സുണ്ട് അതിനകത്ത്. ഓക്കെ, ചേച്ചി പറയുന്ന ബാക്കി കാര്യം കൂടെ ഒന്ന് കാണാം. കിച്ചു പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടൻ്റെ ചിലവരാണ് കുടുംബം മൊത്തം ജീവിച്ചതെന്നൊക്കെ ഉള്ള വിഭാഗം, അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പം ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം സഹോദരങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. കേട്ടല്ലോ, രേണുവിൻ്റെ ചേച്ചി തന്നെ പറയുന്നുണ്ട്, സഹോദരങ്ങളാണ്, അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യും ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾ അങ്ങോട്ട് സുധിച്ചേട്ടൻ എന്തെങ്കിലും സഹായം ചെയ്യും, സുധിച്ചേട്ടൻ ഇങ്ങോട്ട് എന്തെങ്കിലും സഹായം ചെയ്യും. എന്നാൽ ഇവിടെ സുധി മാത്രമേ അങ്ങോട്ട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൂ. സുധിക്ക് അങ്ങോട്ട് നിങ്ങളെ സഹായങ്ങളൊന്നും സുധിക്ക് വേണ്ടി വന്നിട്ടില്ല. രേണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ സുധിയെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉണ്ട്, നിങ്ങളെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നിങ്ങൾക്കൊരു ഹസ്ബൻഡുണ്ട് അല്ലേ. അപ്പം പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ
കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുതലാക്കി, അത് നമ്മൾ കണ്ടയാണ് അവസാനം സുധിയുടെ അതൊക്കെ തെളിഞ്ഞല്ലേ, സുധിയുടെ ലൈഫ് നമ്മൾ കണ്ടതാണ്. എന്തുമാത്രം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ കൊല്ലം സുധി. എന്തുമാത്രം പൈസകളാണ് സുധിക്ക് പ്രോഗ്രാമിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അവസാനം 1 രൂപ പോലും പുള്ളിയുടെ പോക്കറ്റിൽ എടുക്കാതില്ലാതെയാണ് പുള്ളി മരിക്കുമ്പോൾ പോലും പുള്ളിയുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയുടെ മരണാനന്തര ചടങ്ങ് വരെ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ടീംസുകളൊക്കെയാണ് ആ പൈസ പോലും കൊടുത്തിട്ടുള്ളത്. അപ്പം അത്രയും നാളും ഈ ഒരു വ്യക്തിയെ ഊറ്റി ജീവിച്ചത് നിങ്ങളാണ്. അപ്പോൾ ആ നന്ദി ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കൊല്ലം സുധിയുടെ മകൻ, ആ ഒരു മകനെ നിങ്ങൾ ചേർത്ത് നിർത്തണമായിരുന്നു, ആ വീട്ടിൽ തന്നെ നിർത്തണമായിരുന്നു. അതാണ് വേണ്ടുന്നത് അല്ലേ. നേരെ മറിച്ച് ഇവരെന്തോ ചെയ്ത് ഇവർ എല്ലാം കൂടെ വന്നിട്ട് അവരെ മക്കൾക്ക് വേണ്ടി വീട് വെച്ച് അത് നോക്കിക്കണം. അവിടെയും ഇവർ കാണിച്ച തന്ത്രം എന്താണെന്ന് നോക്കണം. ഇവരെ കോട്ടയത്ത് ഇവരെ സ്ഥലത്ത് വീട് വസ്തു മേടിപ്പിച്ച് ഇവരെ സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തു. എന്തുകൊണ്ട് കൊല്ലത്ത് വീട് വെച്ച് കൊടുത്തു? കൊല്ലം സുധിയുടെ നാട്ടിൽ വീട് വെച്ച് കൊടുക്കുക. കൊല്ലം സുധിയുടെ നാട്ടിൽ വീട് വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ആ ചെറുക്കന് ഇവിടെ കൊല്ലത്ത് നിന്ന് നിൽക്കായിരുന്നു. ഇപ്പോഴും കൊല്ലം സുധിയുടെ മകൻ ഈ കൊല്ലത്താണല്ലോ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മരിച്ചതിന് ശേഷമെങ്കിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളൊട്ട് തയ്യാറായില്ല. നിങ്ങളെന്താണ് ചെയ്തത്? നിങ്ങളെല്ലാം കൂടെ വന്ന് ആ വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആ വീട് മെയിൻറ്റെയിൻസ് ചെയ്യാതെ ആ വീട് വെച്ച് കൊടുത്ത ആളുകളെയും കുറ്റം പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് പിന്നെ നിങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ കണ്ടത്. മനസ്സിലായി? ഇപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴും അവൻ 10, 21, 23 വയസ്സ്. അപ്പം രേണുസുധി തന്നെ പറയുന്നുണ്ട് 10, 23, 21 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് രേണുസുധി പറയുന്നത്, എന്നിട്ട് സംസാരിക്കാം. ഇപ്പം കിച്ചുവിന് 10, 22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയുക, അവൻ വന്ന് പറയുന്ന അവൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട്. ഇപ്പം അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോടോ പിണക്കങ്ങളോ ഒന്നുമില്ല. ഓക്കെ, രേണുസുധി തന്നെ പറയുന്നുണ്ട് 10, 21, 23 വയസ്സ്. ഇന്നത്തെ കാലത്തൊക്കെ ഒരു 15 വയസ്സാകുമ്പം തന്നെ ഇപ്പോൾ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അത്യാവശ്യം പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ വേറെയാണ്. ജനിക്കുമ്പോഴേ ഈ പറഞ്ഞിട്ടുള്ള മൊബൈലും കാര്യങ്ങളും എല്ലാം എല്ലാത്തിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു വരുന്ന പിള്ളേരാണ് അല്ലേ. അത്യാവശ്യം സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വിഷയങ്ങളൊക്കെ അവരും കണ്ടാണ് ഇന്നത്തെ കാലത്ത് ഉള്ള ആളുകൾ വളർന്നു വരുന്നത്. അപ്പോൾ 10, 23 വയസ്സായ ഒരു ചെറുക്കൻ ഒരു മകനുണ്ട്, കൊല്ലം സുധിയുടെ മകനാണ്. സോ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മകൻ, ആദ്യവാരയിലുള്ളൊരു മകൻ നിൽക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങളൊക്കെ ആ മകൻ കണ്ട് എങ്ങനെ സഹിക്കും? അതാണ് അവൻ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് നാണക്കേടാണ്. കാരണം എന്താണ്? നിങ്ങൾ ഒരാൾ കാരണം നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന വാക്കിൻ്റെ മഹത്വം അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും 10, 23 വയസ്സുള്ള ഒരു ചെറുക്കൻ, നിങ്ങളെ മകൻ അല്ലെങ്കിൽ പോലും കൊല്ലം സുധിയുടെ മകൻ, അത് എൻ്റെ കൂടെ മകനാണെന്ന് നിങ്ങൾ തന്നെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറുക്കൻ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പം ആ ഒരു പയ്യൻ എന്തുമാത്രം വേദന, സമൂഹത്തിന് മുമ്പിൽ എന്തുമാത്രം അപമാനമായിരിക്കും അവൻ കടിച്ച് സഹിച്ച് പിടിച്ച് നടക്കുന്നത്. അത് നിങ്ങളെന്താ ചിന്തിക്കാത്തത് അല്ലേ? അപ്പം എന്തായാലും ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരു നാൾ പുറത്തു വരും. സത്യമല്ല, ഒരു നാൾ പുറത്തു വരും. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ്. കാലം തെളിയിക്കട്ടെ എന്ന് ചേച്ചി പറഞ്ഞല്ലോ. കാലം തെളിയിച്ചുകൊണ്ടിരിക്കുമല്ലേ. രേണുസുധി ആരാണെന്നും എന്താണെന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് രേണുസുധിക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത് അതാണിപ്പോൾ രേണുസുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വേറൊരു ക്ലിപ്പും കൂടെ കൊടുക്കണം. കൊല്ലം സുധി മരിച്ചു കിടക്കുമ്പോഴും രേണുസുധിക്ക് എന്താ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുക, ആക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. കൊല്ലം സുധി മരിച്ചു കിടക്കുമ്പോൾ പോലും കൊല്ലം സുധി എടുത്ത് പറയുവാണ്, സുധിച്ചേട്ടാ എണ്ണീക്ക് സുധിച്ചേട്ടാ, നമ്മുടെ ഷൂട്ടുണ്ട്, ഷൂട്ടിൻ്റെ വണ്ടി വന്ന് കിടക്കുമോ, ഷൂട്ടിങ്ങിന് പോകുമെന്നാണ് പറയുന്നത്. സാധാരണ അങ്ങനെ ആരെങ്കിലും പറയോടെ? അമ്മ നിൽക്കുന്നു, അച്ഛൻ നിൽക്കുന്നു, മകൻ നിൽക്കുന്നു, ഞാൻ നിൽക്കുന്നു, കണ്ണു തുറക്കുന്നൊക്കെ അല്ലേ പറയുന്നത്. ഇതപ്പോഴും രേണുസുധിയുടെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്. അതാണ് ഞാൻ പറഞ്ഞത്. കൊല്ലം സുധി ജീവിച്ചിരിക്കുമ്പോൾ എന്താണോ രേണുസുധിക്ക് ചെയ്യാൻ പറ്റാത്തത് അതാണ് ഇപ്പോൾ രേണുസുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയോ ഹൈപ്പ് ചെയ്യുകയോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ